എല്ലാവർക്കും നമസ്കാരം. ഷെഫ് ട്യൂബിൻ്റെ പുതിയ വീഡിയോട്ട് വീണ്ടും സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന മുട്ടക്കറി വളരെ ചേഞ്ച് ആയിട്ടുള്ള ഐറ്റാണ്. ഇത് തയ്യാറാക്കാനായിട്ട് നമ്മൾ 4 നാടൻ മുട്ടയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് അല്പം ഉപ്പും അത്രയും തന്നെ വെള്ളവും ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ വേവിക്കാൻ വയ്ക്കുകയാണ്. പിന്നെ ഇതിൻ്റെ മസാല തയ്യാറാക്കാനായിട്ട് 2 ടേബിൾ സ്പൂണോളം വെജിറ്റബിൾ ഓയിൽ, അതിൽ നമ്മൾ അല്പം പെരിഞ്ചീരകം ഇട്ട് പൊടിച്ചു, നീളത്തിൽ കട്ട് ചെയ്തിട്ടുള്ള ഇഞ്ചി 1 ഇഞ്ച് വലുപ്പത്തിലുള്ളത്, വെളുത്തുള്ളി ഒരു ചെറിയ പീസ്, അതിലേക്ക് 2 പച്ചമുളക്, സവോള വളരെ ചെറിയ വലുപ്പത്തിലുള്ള ഒരു സവോള നമ്മൾ എടുത്തിട്ടുണ്ട്. അത് നമ്മൾ വളരെ തിന്നായിട്ട് തന്നെ സ്ലൈസ് ചെയ്ത് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്ത് സോട്ട് ചെയ്യാണ്. ഇനി ഇതിലേക്ക് നമ്മൾ അല്പം ഉപ്പിട്ട് കൊടുത്ത് നല്ല രീതിയിൽ സോട്ട് ചെയ്യണം. ഇത് അല്പം വരണ്ട് വരുമ്പോൾ നമ്മൾ അതിലേക്ക് ഒരു തക്കാളി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മീഡിയം വലുപ്പത്തിലുള്ള തക്കാളി കൂടി ഇട്ട് കൊടുത്ത് നല്ല രീതിയിൽ വഴറ്റിയെടുക്കുകയാണ്. ഇതൊരു 10 മിനിറ്റ് ആകുമ്പോൾ ഈ ഒരു കളറായിട്ട് നമുക്ക് കിട്ടും. അതിലേക്ക് മസാല ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി 1/4 ടേബിൾ സ്പൂൺ, 2 ടേബിൾ സ്പൂണോളം മുളക് പൊടി, 2 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി. ഇത്രയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന മസാലകൾ. അത് നമ്മൾ വളരെ സ്ലോ ഫയറിൽ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് ഒരു 2 മിനിറ്റ് നമ്മൾ വളരെ സ്ലോ ഫയറിൽ കുക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ പച്ചക്കുത്തിലെല്ലാം പോയി. ഇനി ഇതിലേക്ക് നമ്മൾ അല്പം വെള്ളം ഒഴിച്ചു കൊടുത്തു. ഇപ്പോൾ മസാല ശരിക്കും അതിൻ്റെ പച്ചക്കുത്തിലെല്ലാം പോയി നല്ല രീതിയിൽ കുക്കായി വന്നു. നല്ല രീതിയിൽ വെന്ത് വന്ന മസാലയാണിത്. അത് ശരിക്കും ഇപ്പോൾ നമ്മളൊരു 2 മിനിറ്റ് കൂടി കുക്ക് ചെയ്യുക. അതിലേക്ക് അല്പം തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. മെയിൻ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള തേങ്ങ അരപ്പ് തയ്യാറാക്കാനായിട്ട് തേങ്ങ 1 പിടിയോളം തേങ്ങ, കശുവണ്ടി, പച്ചമുളക്, അല്പം മഞ്ഞൾപ്പൊടി ഇത്ര എടുത്തു കൊടുത്ത് ഒരല്പം വെള്ളം ഒഴിച്ച് നമ്മൾ ടൈറ്റായിട്ട് തന്നെയാണ് ഫൈൻ പേസ്റ്റ് ചെയ്യുന്നത്. ഒരു 5 മിനിറ്റ് നമ്മൾ നല്ല രീതിയിൽ പേസ്റ്റ് ആയി കഴിയുമ്പോൾ ഈ ഒരു പരുവത്തിൽ ഫൈൻ പേസ്റ്റായിട്ട് തന്നെ കിട്ടും. ആ മസാല കൂടി നമ്മുടെ ഗ്രേവിയിലേക്ക് ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്യുകയാണ് വളരെ സ്ലോ ഫയറിൽ. ഇത് നമ്മൾ വീണ്ടും കുക്ക് ചെയ്യേണ്ട. ഒരു 2 മിനിറ്റ് കുക്ക് ചെയ്തതിന് ശേഷം നമ്മൾ അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. അത് റെഡിയായി വരുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള മുട്ട അതിലേക്ക് ഇട്ട് കൊടുത്തു. അത് നമ്മൾ 2 മിനിറ്റോളം ജസ്റ്റ് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് നല്ല രീതിയിൽ വെന്ത് വരുമ്പോൾ നമ്മൾ അതിലേക്ക് 1/2 കപ്പ് പാൽ കൂടി ഒഴിച്ചു കൊടുത്തു. നല്ല രീതിയിൽ മിക്സ് ചെയ്യാണ്. ഇപ്പോൾ ആ തേങ്ങയുടെ കുത്തലും മസാലയുടെ കുത്തലെല്ലാം പോയി നല്ല രീതിയിൽ വെന്ത് ഓയിൽ മയം തെളിഞ്ഞു വരുമ്പോൾ നമ്മളതിലേക്ക് ഒരു 1/4 ടേബിൾ സ്പൂണോളം നെയ്യ് കൂടി ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്യാണ്. ഗാർണിഷിനായിട്ടും അഡീഷണൽ ടേസ്റ്റിനായിട്ടും മല്ലിയില നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു നോർത്ത് ഇന്ത്യൻ ഫ്ലേവറായിട്ട് കിട്ടിയിട്ടുള്ള എഗ്ഗ് കുറുമ നമുക്ക് ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന അധികം സ്പൈസി ഇല്ലാത്ത നല്ലൊരു കറിയാണ്. ഗാർണിഷിനായിട്ട് നമ്മൾ തക്കാളിയുടെ പകുതി പീസ് നീളത്തിൽ കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തു. ഇപ്പോൾ നല്ല ഭംഗിയുള്ള, ശരിക്കും കാണുന്നതിൽ നല്ല ടേസ്റ്റാണ്, നല്ല ഫ്ലേവറുള്ള ഒരു കറിയാണിത്. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ചെയ്തിരിക്കുന്ന മുട്ടക്കറി അധികം സ്പൈസി ഇഷ്ടപ്പെടാത്തവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണ്. നമ്മൾ നാടൻ മുട്ടയിലാണ് ഇത് കുക്കിംഗ് ചെയ്തിരിക്കുന്നത്. ഇത് നല്ലൊരു മെത്തേഡാണ്. നമ്മൾ എല്ലാ തവണയും ചെയ്യുന്ന ഒരു രീതിയിലുള്ള മെത്തേഡുള്ള തേങ്ങ അരപ്പും കാഷ്യൂ പേസ്റ്റ് എല്ലാം ചേർത്തിട്ട് ഒരു കുറുമ പോലെയുള്ള നല്ല ടൈറ്റായിട്ടുള്ള ഗ്രേവിയാണിത്. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കറിയാണിത്. എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കണം.